എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കുട്ടപ്പനെയും സാസുകയാണ് കാണിക്കുക. സാസുക അവന്റെ ശരീരം കണ്ണുപയോഗിച്ച് കുട്ടപ്പനെ തുറിച്ചു നോക്കുമ്പോ അതിന് കുട്ടപ്പൻ കുഴപ്പമില്ല, നിനക്ക് ഈ ശരീരം കണ്ണ് തന്നെയാണ് നിഞ്ചയാവുമ്പോ ഏറ്റവും ചേർച്ച എന്ന് പറഞ്ഞ് അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് സാസുകയെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അത് കണ്ട് കലി കയറി സാസുക അവന്റെ മേത്ത് ചാടി വീഴും. എന്നിട്ട് രണ്ട് ടീമും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൽപ്പിടുത്തം. സാസുക കുട്ടപ്പനെ പിടിച്ചു വലിച്ച് അവന്റെ ഓരോ ക്ലൗൺസിനായിട്ട് ഇല്ലാതാക്കി കളയും. നീ ക്ലൗൺസ് കൊണ്ട് എന്നെ തോൽപ്പിക്കുവല്ലേടാ എന്നും പറഞ്ഞ് നമ്മുടെ കുട്ടപ്പനിട്ട് ഒരൊറ്റ ഇടി. അതും പോരാഞ്ഞ് ഫയർബോൾ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ വീണ്ടും കുട്ടപ്പനെ കത്തിച്ചു വിട്ട് അവനെ തൂക്കിയെടുത്തെറിയും. കുട്ടപ്പനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാനുള്ള കലിയിലാണ് ഇപ്പൊ സാസുകയുള്ളത്. കട്ട് ചെയ്ത വീണ്ടും ഫ്ലാഷ് ബാക്കില് നമ്മുടെ സാസുകയാവട്ടെ ഹിറ്റാച്ചിയുടെ ആ ഒരു ശരീരം കണ്ണ് വീണ്ടും വീണ്ടും ഓർത്ത് ഒരുപാട് പേടിക്കും. അപ്പൊ സാസുക വീണ്ടും വീണ്ടും ഹിറ്റാച്ചിയുടെ ശരീരം കണ്ണ് അത് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ ശ്രമിക്കും. അവന്റെ കണ്ണിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റിരിക്കും. മാത്രമല്ല ഇത്രയും നാളായിട്ട് പപ്പയും ഹിറ്റാച്ചിയും തമ്മിൽ ഇപ്പൊ മിണ്ടാറില്ല. പപ്പയ്ക്ക് ഒരുപാട് സങ്കടമായിട്ട് അവനെ പാസ് ചെയ്ത് എപ്പോഴും നടന്നു പോകും. അപ്പൊ സാസുകയെ കണ്ട് അവന്റെ പപ്പയാവട്ടെ നിന്റെ പഠിത്തം അതൊക്കെ എങ്ങനെ പോകുന്നു ചോദിക്കും. അവനെല്ലാം നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പറയും. മാത്രമല്ല ഞാനാണ് സ്കൂൾ ഫസ്റ്റ്. പപ്പ പറയും എപ്പോഴും അക്കാദമി പ്രാക്ടീസ് എന്ന് മാത്രം ചിന്തിക്കേണ്ട, ഇപ്പൊ നമുക്ക് ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പുറത്തേക്ക് പോവാന്ന് പറഞ്ഞ് അപ്പൊ അവന്റെ പപ്പ അവന് ആദ്യമായിട്ട് ആ ഒരു ഫയർബോൾ ജിപ്സു പഠിപ്പിച്ചു കൊടുക്കും. ഇത് നിനക്ക് ഒരുപാട് ഉപയോഗമാവും. മാത്രമല്ല ഇതൊരു ബേസ് നിഞ്ച ടെക്നിക്കാണ്. സാസുകയ്ക്ക് ഇപ്പൊ ചെറുതായിട്ട് സന്തോഷം വരാൻ ആരംഭിക്കും. കാരണം അത്രയും കാലങ്ങളായിട്ട് പപ്പയാവട്ടെ ഹിറ്റാച്ചിയെ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ഇപ്പോഴാണ് പപ്പ തന്നെയും ശ്രദ്ധിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവനാവട്ടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കേട്ട് ഇപ്പൊ ഒരുപാട് തവണ ആ ഒരു ഫയർബോൾ ജിപ്സു ചെയ്യാനായിട്ട് ആരംഭിക്കും. അവൻ ഫുൾ ഫോമിലായിട്ട് ആ ഒരു തീ അത് ആഞ്ഞു തുപ്പാൻ ശ്രമിക്കുമെങ്കിലും വളരെ കുറച്ച് മാത്രം ഫയറേ അവന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരൂ. അതിന് പപ്പ പറയും ഹിറ്റാച്ചിയെ പോലെ ഒറ്റയടിക്ക് ഒരുപാട് പവറൊന്നും ഇപ്പൊ നിനക്ക് വരില്ല, പതിയെ പതിയെ എല്ലാം ശരിയാവൂന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കും. ഉച്ചിഹ ക്ലാനിലുള്ള ആർക്കും തന്നെ ഇത് മുഴുവനായിട്ടും ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് പപ്പ അവിടുന്ന് കടന്നു പോകും. അതിന് സാസുക പക്ഷെ ഹിറ്റാച്ചിക്ക് അവനെ കൊണ്ട് ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്, അപ്പൊ പ്രാക്ടീസ് ചെയ്താല് തീർച്ചയായിട്ടും എന്നെ കൊണ്ടും സാധിക്കുന്നു പറഞ്ഞ് അവനാവട്ടെ ഇപ്പൊ പൊരിഞ്ഞ പ്രാക്ടീസ്. അവൻ വീണ്ടും ആ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഏകദേശം വലിയ മഴയിലൊക്കെ നിന്ന് നമ്മുടെ ചെക്കൻ വെളുപ്പ് വരെ പ്രാക്ടീസ് ചെയ്ത് വലിയ രീതിയിൽ ഇപ്പൊ തീ വരുത്താൻ വേണ്ടി തുടങ്ങും. വാവ്, ഞാൻ തകർത്തു എന്ന് പറഞ്ഞ് അവൻ വീട്ടിലെത്തുമ്പോ തീ തുപ്പി തുപ്പി ഇപ്പൊ നമ്മുടെ ആളുടെ വാ മുഴുവൻ പുണ്ണായി തീരും. അതില് അവന്റെ അമ്മയാവട്ടെ മരുന്നും പുരട്ടി കൊടുക്കും. പക്ഷെ അപ്പോഴും നമ്മുടെ സാസുകയുടെ മുഖം അത് വാടിയിരിക്കും. അവന്റെ മുഖം കണ്ട് അവന്റെ അമ്മയ്ക്കും ഒരുപാട് വിഷമാവുമ്പോ ഇവിടെ സാസുകയാവട്ടെ അവന്റെ പപ്പ പറഞ്ഞ ആ ഒരു കാര്യം വീണ്ടും ആലോചിക്കും. നിനക്കൊരിക്കലും നിന്റെ ചേട്ടൻ ഹിറ്റാച്ചിയെ പോലെ അത്രയും പവർ എടുക്കാനായിട്ട് ഇപ്പൊ സാധിക്കില്ല. അത് തിരുത്തി കുറിക്കാനായിട്ട് അവൻ വാശിയോടെ വീണ്ടും വീണ്ടും ഇപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സാസുക ഉടനെ എത്രയും പെട്ടെന്ന് പപ്പയെ കാണണമെന്ന് പറഞ്ഞ് പപ്പയുടെ അടുത്ത് ഒന്ന് എന്റെ കൂടെ വരാമോ എന്ന് ചോദിക്കും. പപ്പയെ ദയവായിട്ട് എന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരാമോ? അതിന് പപ്പ നിനക്ക് തന്ന ജിപ്സു ആദ്യം നീ കറക്റ്റായിട്ട് പഠിക്ക്, പിന്നീട് പതിയെ പതിയെ ബാക്കി ഞാൻ പഠിപ്പിച്ചു തരാം. ഇപ്പൊ വെറും 1 വീക്ക് ആയതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോ സാസുക ഒരു മിനിറ്റ് വീണ്ടും ഒന്ന് സാഡാവും. കാരണം ആ ഒരു ഫയർബോൾ ജിപ്സു കാണിച്ചു കൊടുക്കാനാണ് അവനിപ്പോ അവന്റെ പപ്പയെ വിളിച്ചത്. അപ്പൊ സാസുകയുടെ മുഖത്തുള്ള ആ ഒരു ബാൻഡേജ് ഒക്കെ കാണുമ്പോ ഒരു പക്ഷേ അവൻ ആ ഫയർബോൾ ജിപ്സു ഇപ്പൊ കറക്റ്റായിട്ട് ചെയ്തോ എന്നൊരു സംശയം ആൾക്ക് തോന്നും. അങ്ങനെ സാസുകയോടൊപ്പം പുറത്തേക്ക് പോകുമ്പോഴായിരിക്കും സാസുക അവന്റെ മുഴുവൻ പവർ ഉപയോഗിച്ച് ഫയർബോൾ ജിപ്സു ചെയ്ത് അവന്റെ അച്ഛന്റെ അത്രയും തന്നെ തീ ഉണ്ടാക്കി കാണിക്കും. അത് കണ്ട് പപ്പ ഞെട്ടും. പക്ഷേ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും കാണിക്കാതെ ആള് പുറകിലേക്ക് നടക്കും. പപ്പ പോകുന്നത് കണ്ടിട്ട് അവൻ ആകെ അപ്സെറ്റ് ആയിട്ട് ഇപ്പൊ തല കുനിച്ചു പിടിക്കും. അപ്പൊ പപ്പ പതിയെ അവിടെ നിന്നിട്ട് നീയാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല നിഞ്ച, അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യ, നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ആള് ഹാപ്പി ആയിട്ട് ഇപ്പൊ തുള്ളിച്ചാടും. പക്ഷെ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പപ്പ പറയും, നീ ഒരിക്കലും നിന്റെ ചേട്ടനെ മറികടക്കാനായിട്ട് മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കരുത്. സാസുക വിഷമത്തോടുകൂടെ വീട്ടിലേക്ക് വരികയാണ്. ഫുഡ് കഴിക്കുന്നതിനിടയിൽ അവൻ അമ്മയോട് ചോദിക്കും,
എന്നെക്കുറിച്ചും ഹിറ്റാച്ചിയെക്കുറിച്ചും അച്ഛനുള്ള അഭിപ്രായം അതെന്താണ്? അപ്പൊ അമ്മ പറയും, അച്ഛൻ നിങ്ങൾ രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ഒരുപോലെയാണെന്ന് പറയുമ്പോ സാസുക ചോദിക്കും, പക്ഷെ പപ്പ ഇപ്പോ ചേട്ടനോട് മിണ്ടാറില്ലല്ലോ, ചേട്ടന്റെ സ്ഥാനത്ത് എന്നെ റീപ്ലേസ് ചെയ്യാൻ നോക്കുകയാണോന്ന് അവൻ അമ്മയോട് ചോദിക്കും. അപ്പൊ അമ്മ പറയും, ഞങ്ങൾ ഒരുപാട് ഭാഗ്യമുള്ളവരാ നിങ്ങളെപ്പോലെ രണ്ട് മക്കളെ കിട്ടാൻ. അച്ഛന് നിങ്ങൾ രണ്ടുപേരോടും ഒരുപോലെ സ്നേഹമാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഈ വില്ലേജ് കൂടി കാത്തു സൂക്ഷിക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. പിന്നെ ഹിറ്റാച്ചി, അവൻ നിന്റെ ചേട്ടനാണ്. അവൻ നേർവഴിക്ക് നടക്കാനാണ് എല്ലാ കാര്യങ്ങളും അവൻ എപ്പോഴും പറഞ്ഞു മനസ്സിലാക്കി പപ്പ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പ അമ്മ ഒരു സീക്രട്ട് പറഞ്ഞു കൊടുക്കും, ഞാൻ എപ്പോഴും പപ്പയോട് സംസാരിക്കുമ്പോ പപ്പ നിന്നെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ, നീ മാത്രമായിരുന്നു പപ്പയുടെ സംസാര വിഷയം. അത് കേൾക്കുമ്പോ നമ്മുടെ ആൾക്ക് നല്ല സന്തോഷമായിട്ട് വീണ്ടും കത്തിയൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിക്കും. അങ്ങനെ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്ക് കറക്റ്റായിട്ട് എയിം ചെയ്ത് കത്തി എറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവന് ന്യൂട്രീഷന്റെ കുറവുണ്ട്. മാത്രമല്ല ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താല് ആരുടെ ആണെങ്കിലും ഫ്യൂസ് അടിച്ചു പോവും. നമ്മുടെ സാഹസിക ആവട്ടെ ഇപ്പൊ തല കറങ്ങി താഴേക്ക് വീഴും. അവൻ എഴുന്നേറ്റിട്ട് അവിടെ തന്നെ കിടന്ന് ഇപ്പൊ അല്പനേരം അവന്റെ ചേട്ടനെ കുറിച്ച് ആലോചിക്കും. അപ്പൊ അന്ന് ഹിറ്റാച്ചിയെ പിടിക്കാനായിട്ട് ആ 3 പേര് വന്നപ്പോ അവരെ ഇടിച്ചു തെറിപ്പിച്ച ആ ഒരു ഹിറ്റാച്ചിയെ അവൻ ഓർത്തെടുക്കും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ ആളാവട്ടെ ഹിറ്റാച്ചിയുടെ അടുത്ത് എനിക്ക് ഷെരിങ്കൻ ജിപ്സു പറഞ്ഞു തരാനായിട്ട് ആവശ്യപ്പെടും. അപ്പൊ ഹിറ്റാച്ചി പറയും, നോ, നിനക്കറിയാൻ പാടില്ല പൊന്നെ, എനിക്കിപ്പോ ഒരുപാട് തിരക്കുണ്ട്, നീ മിണ്ടാതെ പപ്പയോട് ചോദിക്കുമെന്ന് പറയുമ്പോ അതിന് സാസുക പറയും, നീ എപ്പോഴും എനിക്ക് ടിങ്ങനെ തന്നെയാണ് പണി തരിക, എനിക്കൊരു കാര്യവും നീ പറഞ്ഞു തരില്ല എന്ന് പറയുമ്പോ ഹിറ്റാച്ചി ആവട്ടെ അവനെ അടുത്ത് വിളിച്ച് തലയ്ക്കൊരു ഞൊട്ട് കൊടുത്ത്, സോറി, ഇന്ന് ഞാൻ വളരെ ബിസിയാണ്, തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം പറഞ്ഞു തരാന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കും. അങ്ങനെ സാസുക നടന്നു വരുമ്പോ എപ്പോഴും അവന്റെ ചേട്ടൻ അവന്റെ തലയിൽ കൊട്ടുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കും. എപ്പോഴും അവന്റെ ചേട്ടൻ അവന്റെ തലയിൽ കൊട്ടിയിട്ട് സോറി പറയും. ഞാൻ കരുതുന്നു ഇനി ഒരിക്കലും എന്റെ ചേട്ടനെ കൊണ്ട് സോറി പറയിപ്പിക്കാൻ വരുത്തില്ല എന്നും പറഞ്ഞ് എന്റെ ചേട്ടൻ അവൻ ചുന്ദരനാണെന്നും പറഞ്ഞ് ചിരിച്ചിട്ട് അവിടുന്ന് നടന്നു പോകും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ പപ്പയുടെ കൂടെ ഹായ് ആയിട്ട് നമ്മുടെ സാസുക ഫുഡ് കഴിക്കുമ്പോ അപ്പൊ വീണ്ടും സാസുക ഹിറ്റാച്ചി ആ 3 പേരെ അടിച്ചിട്ട അതേ സിറ്റുവേഷൻ ആലോചിക്കും. അവനെ സൂക്ഷിച്ചു നോക്കിയപ്പോ അവന്റെ കണ്ണ് അത് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് കണ്ടത്. ഒരുപാട് നേരം അത് തന്നെ ആലോചിച്ച് അവസാനം പപ്പയോട് ആ കാര്യം ചോദിക്കും. ഈ ഷെരീങ്കം കണ്ണ് അത് എത്ര തരത്തിലുണ്ടെന്ന് പപ്പയോട് ചോദിക്കും. പപ്പ പറയും, അത് ഒരുപാട് തരത്തിലുണ്ട്, പക്ഷേ അതറിയാൻ നിനക്ക് പ്രായമായിട്ടില്ല. ഇത് ഫയർബോൾ ജിപ്സ് പോലെ അത്ര എളുപ്പമല്ല, ഒരുപാട് തരത്തില് അത് ഉപയോഗിക്കാൻ കഴിയും. ഷെരീങ്കം കണ്ണിനേക്കാളും കൂടുതൽ പവർഫുള്ള് വിഷൻ ജിപ്സുവിനാണ്. അതിന് സാസുക തീർച്ചയായിട്ടും വലുതാവുമ്പോ ഞാൻ അതെല്ലാം പഠിച്ചെടുക്കുമെന്ന് പപ്പയോട് പറയും. പപ്പ പറയും, അതിലെല്ലാം വലുതായിട്ട് മറ്റൊന്നുണ്ട്, മക്കക്കൈ ഷെരീങ്കൻ. അന്ന് കാക്കാഷിയെ ഹിറ്റാച്ചി വേറൊരു ഇല്യൂഷൻ വേൾഡിൽ കൊണ്ടുപോയി അറ്റാക്ക് ചെയ്തില്ലേ, ആ ടെക്നിക്കിനെ കുറിച്ചാണ് ഇപ്പൊ പപ്പ അവന് പറഞ്ഞു കൊടുക്കുക. അത് പഴയ കാലത്തെ ഒരു ലെജൻഡറി വിഷ്വൽ ജിപ്സു ആണ്. അത് അത്ര എളുപ്പത്തില് ആരെക്കൊണ്ടും പഠിക്കാനോ ചെയ്യാനോ സാധിക്കുകയില്ല. അപ്പൊ സാസുക വീണ്ടും പപ്പയോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ചേട്ടൻ എന്നെ മൈൻഡ് ചെയ്യാത്തത്? അതിന് പപ്പ പറയും, അവൻ എല്ലാവരോടും അങ്ങനെ തന്നെയാണ്, ജീനിയസുകള് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. മാത്രമല്ല അവർക്കധികം കൂട്ടുകാരും ഉണ്ടാവില്ല, അവർക്ക് എന്ത് തോന്നുന്നോ അത് മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. ഒരച്ഛനായിട്ട് പോലും എനിക്കവനെ ഇതുവരെ മുഴുവനായിട്ടും മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് അവന് മനസ്സിലാവുക പപ്പയ്ക്ക് അവന്റെ ചേട്ടനോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന്. അപ്പൊ അവന്റെ അമ്മയാവട്ടെ ഫുഡ് കൊടുത്ത് എത്രയും പെട്ടെന്ന് അക്കാദമി പോയിട്ട് വാ, വന്നിട്ട് ഒരുമിച്ച് ഷുരീങ്കൻ ജിപ്സു നമുക്ക് പ്രാക്ടീസ് ചെയ്യാന്ന് പറയും. അവൻ ബാഗുമായിട്ട് ഓടുമ്പോ അവന്റെ ചേട്ടനെ കുറിച്ച് ആലോചിക്കും. 7ാം വയസ്സില് അവന്റെ ചേട്ടൻ ഒരു നിഞ്ചയായി. 8ാമത്തെ വയസ്സില് ഷെരീങ്കം കണ്ണ് തന്നെ ഉപയോഗിക്കാൻ പഠിച്ചു. 10 വയസ്സില് ഒരു ജുനിയനായിട്ട് മാറി. അതേ ക്ലാനിൽ തന്നെയാണ് നമ്മുടെ സാസുകയും. സോ ഞാനും ഹിറ്റാച്ചിയെ പോലെ തന്നെ വലിയ പവർഫുള്ളായി മാറുന്നു പറഞ്ഞ് അവൻ വാശിയോടെ പ്രാക്ടീസ് ആരംഭിക്കും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷൻ കാണിക്കും. സാസുകയുടെ ആ ഒരു അടിയില് ആ കാട് തന്നെ കത്തി എരിയാൻ തുടങ്ങും. അപ്പൊ കുട്ടപ്പൻ ഒളിച്ചിരുന്ന് സാസുക വരുന്നത് കാണും. സാസുക ടെൻഷനായിട്ട്, നീ ഇത്രയും പേടിത്തൂറിയാണോ, ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരാൻ പറയും.
അത് കേട്ട് കുട്ടപ്പനും ഭ്രാന്തായി അവൻ ധൈര്യമായിട്ട് ഇപ്പൊ സാസുകയുടെ മുൻപിലേക്ക് വരും. നറൂട്ടോ ഇതുവരെ അവന്റെ ഫുൾ പവർ എടുത്ത് സാസുകയെ അടിച്ചിട്ടില്ല. കാരണം അവൻ ഇപ്പോഴും സാസുകയെ ഒരു നല്ല ഫ്രണ്ടായിട്ട് മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സാസുക കുട്ടപ്പനെ പിടിച്ചു വലിച്ച് അവനെ വീണ്ടും ഇടിക്കാൻ തുടങ്ങും. പക്ഷെ കുട്ടപ്പൻ അവന്റെ ഫൈറ്റ് തടുക്കുകയല്ലാതെ അവന്റെ രോമത്തിൽ പോലും തൊടില്ല. സാസുക കുട്ടപ്പനെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനമായിട്ട് അവനെ പൊക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി അവന്റെ വയറ്റില് ആഞ്ഞൊരടി. ആ അടിയില് അവൻ കറങ്ങി അടിച്ച് താഴെ വീഴുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.